celebrating motherhood. Malayali Vittamma. നിറപറ മലയാളി വീട്ടമ്മ കോ ബ്രാൻഡഡ് ബൈ ധാത്രി ഹെയർ കെയർ പ്ലസ് ആൻഡ് സേറ പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വന്ന 20 വീട്ടമ്മമാരുടെ പെർഫോമൻസസ് ആണ്. നിർത്ത് ഇവിടുന്ന് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയല്ലേ, അപ്പൊ അവിടെ നിങ്ങോട്ട് സംസാരിക്കണ്ട, മനസ്സിലായല്ലോ? കുറച്ച് തുണി അലക്കി വെക്കാൻ പറഞ്ഞിട്ട് എത്ര സമയമായി? ഓ, അലക്കിയോ? വിരിച്ചിട്ട് എന്നിട്ട് എടുത്തോ? മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മുറ്റത്ത് കിടന്ന് നനഞ്ഞു പോവില്ലേ? ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റില്ലല്ലേ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? അരി ആട്ടി വെക്കണം എത്ര ദിവസമായി? എന്റെ ഇതൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്താൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഷാർപ്പ് 5 മണി. ഈ 5 മണിക്കുള്ളിൽ ഞാൻ വരുന്നതിനുള്ളിൽ ഈ പണി കംപ്ലീറ്റ് തീർത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. അല്ല, എന്നോടല്ലല്ലോ അല്ലേ? ഏയ്, സഞ്ജുവിനോട് ഞാൻ അങ്ങനെ പറയോ? എനിക്ക് എപ്പോഴും തോന്നി, ഞാനതൊക്കെ എപ്പോഴേ ചെയ്തതല്ലേ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ലേറ്റ് ആയെങ്കിലും വന്നത്. അല്ല, എന്നാലും ഈ വേലക്കാരിയോടൊക്കെ ഇത്രയും മോശമായിട്ട് സംസാരിക്കുക, അവരിങ്ങനെ ആട്ടുക എന്നൊക്കെ അല്ല, ഇപ്പൊ സംസാരിച്ചത് അത് വേലക്കാരിയോടല്ല, ഹസ്ബൻഡിനോടല്ലേ? ഹസ്ബൻഡിനോട്? അതെ. മലയാളി വീട്ടമ്മ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മലയാളി വീട്ടമ്മ. ഞാനല്ല സഞ്ജു, ഇതിങ്ങനെ വേറൊരു ചേച്ചി പറയുന്നത് കേട്ടിട്ട് ഞാനത് വെറുതെ ഒന്ന് അനുകരിച്ചു നോക്കിയത്. അല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നു സഞ്ജു വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അനുകരിച്ചു നോക്കിയതാ. അതിന് വേണ്ടിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ആയിരിക്കരുത് വീട്ടമ്മമാർ എന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ആക്ട് ചെയ്താ നന്നായി. അങ്ങനെയാണെങ്കിൽ നല്ലത്, വളരെ നല്ല കാര്യം. അതെന്തായാലും അത് പഠിക്കണ്ട. ഒരു കാര്യമുണ്ട് സഞ്ജു, ഞങ്ങൾ ഈ വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകള് ഇതുപോലെയൊക്കെ സംസാരിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ പലപ്പോഴും പുരുഷന്മാർ കാരണം ഉത്തരവാദിത്വ ബോധമില്ലാത്ത പുരുഷന്മാർ, പ്രത്യേകിച്ച് മദ്യപാനികളായിട്ടുള്ള പുരുഷന്മാർ. അതിനെ കുറിച്ച് വല്ലതും പറയണ്ടോ? മദ്യപാനം മദ്യപാനം എന്ന് പറയുന്നത് അത് ഇവരെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇവർ മദ്യപിക്കേണ്ടി വരുന്നത്. എന്ത് സ്ത്രീകളെ ഓർത്തിട്ടാ? കല്യാണം കഴിച്ചു പോയി പെട്ടുപോയി എന്ന് ഓർത്ത് ആ ഒരു വിഷമത്തിലാണ് ഇവര് പലപ്പോഴും മദ്യപാനികളായി പോകുന്നത്. അല്ല, സഞ്ജു കല്യാണം കഴിച്ചല്ലേ? ആണെങ്കിൽ അല്ല, ആണെങ്കിൽ എന്നല്ല, ആണോ അല്ലയോ ഉറപ്പിച്ചു പറ. ആണ്. കണ്ടോ സത്യങ്ങൾ വെളിയിൽ വരുന്നത്. അപ്പൊ സഞ്ജുന്റെ വൈഫ് എങ്ങനെയാ? അടക്കവും ഒതുക്കവും ഉള്ളൊരു പെൺകുട്ടിയല്ലേ? അടക്കി വാഴുകയും ഒതുക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്റെ ഭാര്യ. ആണോ? അതെ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ കുറ്റം പറയുകയുണ്ടല്ലോ, ഞങ്ങൾ 2 ദിവസം ഒന്ന് മാറി നിൽക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ നഷ്ടം മനസ്സിലാവുള്ളൂ. എന്ത് നഷ്ടം? ആർക്ക് നഷ്ടം? അല്ലെ, എന്റെ ഭർത്താവ് എന്നെ വീട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാനൊന്നും സമ്മതിക്കില്ല. സത്യമായിട്ട് സ്നേഹമെന്നറിയോ? പോണ്ടാന്ന് പറയും. ഞാൻ എന്റെ വീട്ടിൽ പോയി 2 ദിവസം നിന്നോട്ടെ എന്ന് പറയുമ്പോ നിനക്ക് അവിടെ പോയിട്ട് എന്താ കാര്യം? ഇവിടെ എന്റെ കാര്യം ഞാനിവിടെ എന്ത് ചെയ്യും എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയൂ. പോണ്ട എന്നും പറയാറുണ്ട്. ആവശ്യം ഉണ്ടെങ്കിലും പോരുത് എന്ന് പറയാറുണ്ട്. പോയി കഴിഞ്ഞ ഒരു 2 ദിവസം വൈകി കഴിഞ്ഞാൽ അതിനെ ചൊല്ലി വീണ്ടും വിളിച്ച് ഫോൺ ചെയ്ത് വഴക്ക് പറയാറുണ്ട്. കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ അല്ലേ? ഇല്ല, എന്താ സംഭവിക്കാറ്? സോറി, ഞാൻ പറഞ്ഞുതരാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. അത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ 2 ദിവസം മാറി നിൽക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളം എന്ന് അറിയുമോ? നിങ്ങൾ അധികം ഇങ്ങനെ ആനന്ദിക്കൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തം ഫോണ് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനകത്ത് നെറ്റ് ഓൺ ചെയ്ത് ഒരു മണിക്കൂർ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ധൈര്യമുള്ള എത്ര പുരുഷന്മാരുണ്ട് കേരളത്തില്? അതിന്റെ ആവശ്യം എന്താണ്? അത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, അതാ പറഞ്ഞത്, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചുറ്റിക്കളി, ഒരു കാമുകി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉള്ളവർ തന്നെയാണ് കൂടുതലും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്പുറത്തേറ്റത് ഒരു സ്ത്രീ തന്നെയാണല്ലോ. അതുകൊണ്ട് ആരും അത്ര ഞെളിയണ്ട, നമുക്ക് കാര്യത്തിലേക്ക് വരുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം. അപ്പൊ ചുരുക്കി പറഞ്ഞ 2 കൈയും കൂട്ടി അടിച്ചാല് കോംപ്രമൈസ്. എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നിരപറ മലയാളി വീട്ടമ്മ കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇന്നത്തെ നമ്മുടെ ടാസ്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സഞ്ജുനോടൊരു ചോദ്യം. സഞ്ജുന് ചക്ക ഇഷ്ടമാണോ? ചക്ക ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചക്ക എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ആക്ച്വലി ചക്കയും ഞാനിവിടെ ഒരു ഗാഢമായ ബന്ധം തന്നെയുണ്ട്. അതുകൊണ്ട് ഈ രൂപം തമ്മിലുള്ള സാദൃശ്യം അല്ലാതെ വേറെന്ത് ബന്ധമുള്ള? എനിക്ക് അറിയാമായിരുന്നു, അത് തന്നെ പറയുന്നത്. ചക്കയുടെ പേരൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഞങ്ങൾ ചെയ്തില്ലേ? ചക്ക എന്നുള്ള പേരിലോ? അല്ല, അറിയാൻ ആയതുകൊണ്ട് പുച്ഛം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഹലോ നമസ്തേ ഞങ്ങൾ പറയുന്ന ഞങ്ങൾ ചെയ്ത സിനിമ വളരെ ഹിറ്റായ ഒരു സിനിമയാണ്. വിനയ് ഫോർട്ടിന്റെ സിനിമ. വിനയ് ഫോർട്ടിനെ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ പ്ലാവയിലായിരുന്നു. ഇല്ല, ഞാൻ സമ്മതിച്ചു. സഞ്ജു അഭിനയിച്ച വിനയ് ഫോർട്ട്, ഭാവന, മിയ ഒക്കെ ചേർന്ന് അഭിനയിച്ച നല്ലൊരു ഫീൽ ഗുഡ് മൂവി, ഒരു ചെറിയ സബ്ജക്റ്റില് വളരെ മനോഹരമായി ചെയ്തൊരു ചിത്രം തന്നെയായിരുന്നു. അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സഞ്ജുവിനെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല നമ്മളിപ്പോ ഈ ചക്കയെ കുറിച്ച് പറഞ്ഞത്. കാരണം നമ്മുടെ ഇന്നത്തെ വിഷയമാണ് ചക്ക. ചക്ക വെട്ടിയത്, ചക്ക വറുത്തത്, ചക്കപ്പുഴുക്ക്. അതല്ല, പിന്നെ ഇന്നത്തെ നമ്മുടെ ടാസ്ക് ആണ് ചക്ക. ടാസ്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മലയാളിക്ക് ചക്കയുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. ശരിയല്ലേ? ബന്ധമുണ്ട്. ഹലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മച്ചി വന്നാട്ടെ. തുടങ്ങാം. അല്ല, ഈ ചക്ക ഇവിടെ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവല്ലേ?
അമ്മച്ചി അല്ല, ചക്ക താഴെയിട അമ്മച്ചി. എന്തിനു ചക്ക താഴെ? ഞാനാ പറയുന്നത് അമ്മച്ചി ചക്ക താഴെ ഇട്. എന്തിനു ചക്ക താഴെ ഇടണേ? അല്ല ഞാൻ ചോദിക്കട്ടെ അമ്മച്ചി എന്തിനാ ഇപ്പൊ ചക്കയായിട്ട് ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ ഇവിടെ മത്സരം നടക്കാൻ പോകല്ലേ? അയ്യോ അത് നമ്മുടെ പാർട്ടിസിപ്പൻസിനുള്ള മത്സരമല്ലേ, അമ്മച്ചിക്കല്ല. പിന്നെ അതങ്ങനെ ആര് പറഞ്ഞു? അല്ല വീട്ടമ്മമാർക്കുള്ള മത്സരമല്ലേ? അത് തന്നെയാണ് പോയിന്റ്, വീട്ടമ്മമാർക്കുള്ള മത്സരമാണല്ലോ. ഇപ്പൊ അമ്മച്ചി അല്ലല്ലോ. അതെങ്ങനെ അമ്മച്ചിയല്ലാതെ? ഞാനൊരു വീട്ടമ്മയല്ലേ? അല്ല നമ്മള് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞിട്ടേ മുടിയൊക്കെ കുറച്ച് നരച്ചില്ലേ. ആരാ പറഞ്ഞ മുടി നരച്ചതെല്ലാം പ്രായമായവരാന്ന്? അമേരിക്ക പോയിട്ടുണ്ടോ? അവിടെ കൊച്ചു പിള്ളേർ തൊട്ട് വയസ്സായവരെ മുടി നരച്ചതാ. അമ്മച്ചി അവിടെ ചക്ക ഇല്ലല്ലോ. നീ അവിടെ പോയിട്ടുണ്ടോ? ചക്കയുള്ള സമയത്ത് ഞാൻ പോയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ ചക്ക? ഞാൻ സീസണിൽ പോയിട്ടില്ല. അല്ല അമ്മച്ചി തൽക്കാലം ഈ ചക്ക ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും അമ്മച്ചി. അതെങ്ങനെ അങ്ങനെ ഇരിക്കുന്നത്? ഈ കോമ്പറ്റീഷൻ ഞാൻ ഇവിടെ എവിടെ ഇരിക്കണം? അല്ല അമ്മച്ചി നമുക്ക് സമാധാനം എന്റെ ഉണ്ടാക്കാം. പൊന്നമ്മച്ചി നമ്മൾ ചക്കയൊക്കെ ചീള് കേസ് വേറെ ഇതിലും വലിയ എപ്പിസോഡ് 4 അമ്മച്ചിയുടെ പേര് വരുന്നുണ്ട്. അമ്മച്ചി അത്ര സത്യം പറയുവാണോ? സത്യമായിട്ട്. എടാ ഞാനുണ്ടല്ലോ, നീ കണ്ടോ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടായിരുന്നു? ചക്ക വയറ് നിറയാനും ചക്ക, ഷുഗർ കുറയാനും ചക്ക. സുദർശന ചക്രം പോലെ ചക്ക പിടിച്ച് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയാം അതുപോലെ വേറെ 4 വേറെ വരുന്നുണ്ട്. എവിടെ വരുന്നു? പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സത്യമാണ്. ഉറപ്പായിട്ടും എന്നെ പറ്റിക്കരുത്. ഉറപ്പായിട്ടും. ഇവിടെ എനിക്ക് വിശ്വാസമില്ല. വേണ്ട എന്നെ വിശ്വാസം ഉണ്ടല്ലോ. അമ്മച്ചി അവിടെ പോയിരുന്നാട്ടെ. ഞാൻ അങ്ങോട്ട് പോകില്ല. ഞാൻ അവിടെ ഇപ്പൊ അവിടെ പോയിരിക്കാം. എവിടെയെങ്കിലും ഇരുന്നാട്ടെ. അങ്ങോട്ട് ഇരുന്നു മാറിക്കോച്ചെ, ഞാൻ അവിടെ പോയിരിക്കാം. ഒതുക്കി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. 4 എപ്പിസോഡ് അമ്മച്ചി തന്നെ വെച്ച് എടുക്കണം. എടുക്കും. അപ്പോ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചക്കയാണ് നമ്മുടെ വിഷയം. നമ്മുടെ കൂടെ 5 പാർട്ടിസിപ്പൻസ് ആണ് ഇപ്പോൾ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. 5 പേർക്ക് നമ്മൾ ചക്കയാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ചക്കയുടെ സീസൺ അല്ലാണ്ട് പോലും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചക്കയാ. നിങ്ങൾ അതിന്റെ വില മനസ്സിലാക്കണം. അപ്പോൾ ഈ ചക്ക മുറിച്ച് വൃത്തിയാക്കി ചകിണിയും അതിന്റെ കുരുവും ചുളയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ഈ ടൈം ലിമിറ്റിനുള്ള ഏറ്റവും ഭംഗിയായിട്ട് തരുന്ന ആൾക്കാണ് നമ്മള് കൂടുതൽ പോയിന്റ്സ് കൊടുക്കുക. അതാണല്ലോ അതിന്റെ ഒരു പ്രൊസീജിയർ. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഗ്രൂപ്പ് 1-ലെ മെമ്പേഴ്സിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡിനിജ, ശ്രീകുട്ടി, ഫെമി, റിനീഷ ആൻഡ് രമ്യ. കണ്ടസ്റ്റൻസിനെയൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് റിനീഷ, രമ്യ, ശ്രീകുട്ടി, ഡിനിജ ആൻഡ് ഫെമി അവരാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഒരു ചക്കയുടെ ടാസ്കിന് വേണ്ടിയിട്ട്, ഒരു സ്വീറ്റ് ടാസ്കിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് കൂടുതലുണ്ട് കേട്ടോ. ഇതിൽ ആരൊക്കെ ചക്ക മുറിച്ചിട്ടില്ലാത്തവരുണ്ട്? ചക്ക കഴിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹസ്ബൻഡ് എത്ര നേരം കൊണ്ടാണ് ചക്ക സാറിനെ വെട്ടി ശരിയാക്കി തരാറ്? ഹസ്ബൻഡ് പെട്ടെന്ന് ചെയ്യാറുണ്ട്. ഒരു 10 മിനിറ്റ് മതി. ഞാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. 1 കോടി രൂപ എടുക്കട്ടെ? ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ചക്കേ 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 എന്ന് പറഞ്ഞിട്ട്. അതിന് പോയിന്റാണ്. നമ്മുടെ ജഡ്ജസ് ആരെങ്കിലും ചക്ക കൈകാര്യം ചെയ്തിട്ടുണ്ടോ നമുക്കൊന്ന് ചോദിക്കാം. ചെയ്യാറുണ്ട്. ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ? അല്ലല്ല, കഴിക്കും. കഴിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു ടാസ്കിലേക്ക് നമുക്ക് പോവാം. ഒരു ഗംഭീര, സത്യം പറഞ്ഞാൽ എടുത്താ പൊങ്ങാത്തൊരു വെട്ടുകത്തിയുമായി ഇവർ ഈ ഒരു ടാസ്കിന് തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മുടെ ടൈമർ ഇപ്പോൾ ഓടി തുടങ്ങും. 10 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. ശ്രീകുട്ടി റെഡി അല്ലേ? പെട്ടെന്ന് തീരുമാനം. അതെനിക്ക് അറിയാമായിരുന്നു. പൊളിച്ചിട്ട് നമുക്ക് തിന്നാം. റെഡി? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹിയർ വി ഗോ. ഈശ്വര, ഒരു ഭയമില്ലാത്ത വെട്ടാണല്ലോ വെട്ടു. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന പറഞ്ഞ ആളാ. ചക്ക ഇറക്ക്. അയ്യോ, ഏത് പ്ലാവിലെ ചക്കയാ? ഏത് പ്ലാവിലെ ചക്കയാണ്? പ്ലാവിനാണ് കുറ്റം. സത്യയുടെ പേടിയാവുന്നുണ്ട് ഈ വാഹനത്തേക്ക് തെറിച്ചു. അതെ, ഇത് പുഴുകി തിന്നാ മതി വണ്ണം കുറയാൻ. മാരകമായ കോമ്പറ്റീഷനാണ് നടക്കുന്നത് ചക്കവട്ടൽ. ഇത് നമ്മുടെ ശത്രുവൊന്നുമല്ല. കോടാലി. വേണ്ടി വരും പഠിച്ചോനെ.
എന്നുള്ള മനസ്സിലായി. ഇവിടെ ചക്ക വെട്ടിയിട്ടുണ്ടെന്നുള്ളത് എന്റെ പറയുമാണ്. ശ്രീകുട്ടി കുട്ടിയല്ല. എന്റെ കൊച്ച ശ്രീകുട്ടി അറിഞ്ഞ് ആദ്യം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. തളരരുത് ശ്രീകുട്ടി, തളരരുത്. സമയമുണ്ട്, റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ ചക്ക ഈ പരുവായതേ ഉള്ളൂ. വെട്ടി കൊലപ്പെടുത്തു, താഴ്ത്തി വെട്ടു. ഇല്ലില്ല, കുഴപ്പമില്ല. ഞാൻ സഹായിച്ചു കൊടുത്താലും ഇത് ഭയങ്കര വൃത്തിയുള്ള ചക്കയാണല്ലോ. കൈ ശ്രദ്ധിക്കണം കേട്ടോ, കൈ ശ്രദ്ധിക്കണം. ടാസ്കിനെ കഴിഞ്ഞ് വലുതാണ് നമ്മുടെ കൈ. അത് രണ്ടായിട്ട് അകത്തു മതി കത്തി. സെപ്പറേറ്റ് ചെയ്യും. അമ്മച്ചി ചില ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ പറയണ മോളെ, വല്ലതൊക്കെ പഠിക്കണോന്ന് വീട്ടിലെ. ശ്രീകുട്ടിയുടെ ചക്ക എടി അതൊന്ന് പൊളിച്ചേടി എന്ന് പറയുമ്പോ എന്റെ അമ്മച്ചി എനിക്ക് പഠിക്കാനുണ്ടെന്ന് ചക്കയൊക്കെ ഒരു ഓർമ്മയായി. ശ്രീകുട്ടി വളരെ മുമ്പിലാണ്. പതുക്കെ എല്ലാവരും കൈ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ സഹായിച്ച അവരെന്നെ വെടിവെച്ചു പോലും, അല്ലെങ്കിൽ ഞാൻ സഹായിച്ച അയ്യോ കൈ മുറിച്ചു. കൈ മുറിഞ്ഞോ? ബാൻഡേഡ് വേണം, ബാൻഡേഡ്. ചോരയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ റിനിഷയുടെ ചക്ക നമ്മുടെ അമ്മച്ചി ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മച്ചിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന്. അതിനൊരു അവസരം ഇവിടെയും ചോര കണ്ടിട്ടുണ്ട്, ഇവിടെയും ചോര കണ്ടിട്ടുണ്ട്. തളരരുത്, തളരരുത്, അപ്പൊ തളരരുത്. ശ്രീകുട്ടി അവിടെ ചോര കണ്ടിട്ടുണ്ട്, അതിനാലും തളരുന്നില്ല. ഏതവസ്ഥയിലായി? ചക്ക പൊളിക്കും. കുരു ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമല്ലോ അല്ലേ? ചെയ്യണം. കൈയൊക്കെ വിറക്കുന്നു. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടായിരിക്കും ചക്ക മുറിക്കുന്നത് കൈ. ഈ കുരുവും ചുളയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന കാര്യത്തില് നമ്മുടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം രമ്യാണ് മുമ്പിലെന്നാണ് എനിക്ക് തോന്നുന്നത്. രമ്യയുടെ ചെറിയ ചക്ക ആണോന്ന് എനിക്കറിയില്ല. ഇത് മുഴുവൻ ചെയ്യാന്നുള്ള കാര്യം ഞാൻ വെറുതെ പറഞ്ഞാണ്. കുട്ടി ആടിക്കോളൂ, കുട്ടി നീ ആടിക്കോളൂ. രമ്യാണ് ലീഡ് ചെയ്യുന്നത്. രമ്യാണ് എപ്പോഴും ലീഡ് ചെയ്യുന്നത്. സമയം കഴിയില്ലേ? 10 മിനിറ്റ് കഴിയാറായി, പെട്ടെന്ന് ആയിക്കോട്ടെ. മുറിക്കാനുള്ള ആവേശം, പൊളിക്കാനും. അതാ നല്ലത്. ഗുഡ്. സമയം കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. മാക്സിമം പെട്ടെന്ന് നിങ്ങൾ എത്ര സമയം ചക്ക കായ്ക്കും. ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യാം. ആരാ ലീഡ് ചെയ്യണേ? ആരാ അടിപൊളിയായിട്ട് ചെയ്യണേ? ആണോ? അവസാനം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ അത്രയും വെട്ടി തന്നിട്ടുണ്ട്. ഇതെങ്കിലും പൊളിക്ക്. ഞാനിത് പൊളിച്ചു തന്നിട്ടുണ്ട്, അതെങ്കിലും പൊളിക്ക്. കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ള ചക്ക ഇവിടെയാണ്. ആണോ? അത് ചക്കയുടെ ഗുണമെന്നാ പറയുന്നത്. കൊള്ളൂല. ചക്കയുടെ ഗുണമാണെന്നാ അല്ലേ? അച്ചക്ക കഴിഞ്ഞിട്ട് പറയാം. അതേ ടൈം കഴിയാറായി. അപ്പൊ മാക്സിമം ചെയ്തത് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇനി കൂടുതൽ ചക്ക വെട്ടാനും കൈ മുറിക്കാനൊന്നും പോകണ്ട. ശ്രീകുട്ടി ചക്കയെല്ലാം എടുത്തു കളഞ്ഞ് മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല, ചക്കയില്ല ഇപ്പൊ ഇവിടെ. ഒരു തകർപ്പൻ കൈയ്യടി വേണം നമ്മുടെ ഈ വീട്ടമ്മമാർക്ക്.
വിചാരിച്ചതിലും ഗംഭീരമായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടമ്മമാർ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല സഞ്ജു, നമ്മൾ തന്നെ രണ്ട് കേട്ടില്ലേ? സ്ഥലത്താണ് ചോര കണ്ടിരിക്കുന്നത്, പക്ഷെ എന്നിട്ടും പോരാടി ജയിച്ച ചക്കച്ചോളകളാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ജഡ്ജിങ് പാനലിൽ നിന്ന് ഗൗരിയെ സ്വാഗതം ചെയ്യാം, പ്ലീസ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചക്ക ടാസ്ക്? അവിടെ നിന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതൊരു ചക്ക ടാസ്ക് ആയിരുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. പിന്നെ ഇവിടുത്തെ മൊത്തത്തിലുള്ള പ്രസന്റേഷൻ, നീറ്റ്നെസ് ഒക്കെ ഒന്ന് നോക്കാം. സഞ്ജു, എണ്ണല്ലേ? അല്ല, എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ശ്രീകുട്ടിയുടെ കയ്യിൽ എന്തായാലും എണ്ണ പറ്റിയല്ലോ, അപ്പൊ ഒന്ന് എണ്ണാനും കൂടി ഒന്ന്. 2 28 നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലെ. കുറച്ചിങ്ങനെ ചെറിയ ചെറിയ മുറിഞ്ഞു പോയിട്ടുള്ള പീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 28 പീസും. ശ്രീകുട്ടി ആദ്യം വെട്ടിയത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ ടേബിള് മുഴുവൻ രണ്ടായിട്ട് ചക്ക വെട്ടുന്നതിനേക്കാളും ടേബിള് പോകുന്നു വിചാരിച്ചു. ഏകദേശം അത് രൂപത്തിലാണ് ടേബിൾ ഇരിക്കുന്നത്. 2-3 കഷ്ണമായിട്ടാണ് അത് കൗണ്ട് ഡൗൺ ലാസ്റ്റ് തുടങ്ങിയപ്പോ ഇവിടെ എല്ലാം കൂടെ വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ട് ദേ ഇരിക്കുന്നതെല്ലാം താഴെ എല്ലാം ഫുള്ള് മെസ്സാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, എന്നാലും ചെയ്തു. ഈ ടേബിൾ മുറിച്ച് 2 കഷ്ണമാക്കിയിട്ടുണ്ട്. വേറെ ഓക്കെ, ഡിനിജയുടെ ബൗളിലെ ചക്കച്ചുളകളാണ് നമ്മൾ എണ്ണാൻ പോകുന്നത്. എണ്ണാം, പെട്ടെന്നായിക്കോട്ടെ. 1 2 28 29 30 31 32 33 34 35 36 36 നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 36 പീസസ് ആണ്. നേരത്തെ ഇഷ്ടംപോലെ ചക്ക ഒരുക്കി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ 36 പീസും കുറച്ച് കുരുവായിട്ട് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക വെട്ടി ശീലമുണ്ടെന്ന് മനസ്സിലായില്ലേ? പ്രസന്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പകുതി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൃത്തിയാക്കി പിന്നെയും ചെയ്തു, അങ്ങനെയാണ് ചെയ്തത്. അല്ലാതെ ലാസ്റ്റത്തേക്ക് വെക്കാൻ ഇരുന്നില്ല. ഞാനത് നോട്ട് ചെയ്തു. നമുക്ക് ഫെമിയുടെ അടുത്തേക്ക് പോവാം. ഫെമിക്കൊരു പ്രത്യേകതയുണ്ട്. ഫെമി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചക്ക വെട്ടുന്നത്. അതാണ് ഈ ചക്ക ഈ രൂപത്തിൽ കാണുന്ന ആദ്യമായിട്ടാണ്. ഉത്തരാഞ്ചലിൽ ചക്കയില്ല എന്നാണ് ഫെമിയുടെ പരാതി. പക്ഷെ എന്നാലും നന്നായി ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചക്ക വെട്ടുന്നതെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. ഓൾമോസ്റ്റ് 36 പീസസ് ആണ്. അതിനകത്ത് കുറച്ച് മുറിഞ്ഞ കഷ്ണങ്ങളുണ്ട് ഫെമിയുടെ അടുത്ത്. എങ്കിലും ഫെമിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണിത്. അപ്പൊ എത്ര പീസ്? 36 32 പീസസ്. ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല അറ്റംപ്റ്റ്, വെരി ഗുഡ്. ഇതൊരു തൊഴിലാക്കാം. രമ്യ നമ്മുടെ മറ്റൊരു രക്തസാക്ഷിയാണ്. കൈ മുറിഞ്ഞിട്ട് നിൽക്കുകയാണ്. 30 40 ഒരു 16 നമുക്ക് റൗണ്ട് ചെയ്യാൻ തോന്നുന്നു. 17 അടുത്ത രക്തസാക്ഷിയുടെ അടുത്ത് ഇതാണ് നമ്മുടെ രക്തസാക്ഷി, ശരിക്കുള്ള രക്തസാക്ഷി. അപ്പുകുട്ടൻ ചോരയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ റിനീഷ കയ്യിലൊരു കെട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ ഇടയ്ക്ക് വെച്ച് പോയി ഒരു നമ്മുടെ ഫസ്റ്റ് എയ്ഡിൽ പോയി ഇതൊക്കെ എടുത്തിട്ട് വന്നതാണ്. ഇടയ്ക്കൊന്ന് കരയാൻ കൂടെ ചെയ്തു കേട്ടോ. അല്ല, കരച്ചിലിപ്പോഴും ഉണ്ട്. ശരി ശരി, കരയല്ല കുട്ടി, കരയില്ല. പക്ഷെ നന്നായി, കാരണം കൈ നല്ല ഡീപ്പായിട്ടാണ് മുറിഞ്ഞത്. ഡ്രസ്സിലൊക്കെ ആയി ബ്ലഡ് ആയിട്ടുണ്ട്. എന്നിട്ടും എന്നിട്ടും ഇത്രയും ചെയ്തിട്ടുണ്ട്. അത്രയും ഇല്ല, ഞാനും ഐ അപ്രീഷിയേറ്റ് അവരുടെ സ്പിരിറ്റ്. മോളുടെ സ്പിരിറ്റ് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്താൽ പറ്റും. ഐ ആം വിത്ത് പൊളിക്കും ആദ്യമേ പറഞ്ഞല്ലോ. തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഞാൻ പൊളിക്കും. അതെ, എന്താണ് പൊളിച്ചത്? അതെ 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 അതെ. മുറിച്ചിട്ടില്ല. മുറിക്കുന്ന ടാസ്ക് മമ്മിക്കാണ്. പക്ഷെ കൈ മുറിക്കേണ്ടിയിരുന്നില്ല. അത് ഞങ്ങൾക്കൊക്കെ സങ്കടമായി. അയ്യോ, പക്ഷെ അവിടെ നോക്കുമ്പോ ഇത്രയും ഡീപ്പാന്ന് തോന്നില്ല. നല്ല ഡീപ്പായിട്ടാണ് മുറിഞ്ഞത്. എന്നിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കൊക്കെ അറിയാം. ഈ വീട്ടമ്മമാരുടെ എല്ലാവരുടെയും ഒരു കടന്നു പോകുന്നൊരു ഫേസ് ഇതാണ്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും
വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എത്ര പനിയാണെങ്കിലും എത്ര വയ്യെങ്കിലും എല്ലാരും കറക്റ്റ് ആയിട്ട് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മുറിവൊന്നും നമുക്ക് പുത്തരിയല്ല അല്ലേ? അതാണ്. ഇത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം അല്ലേ? 1 2 3 4 5 6 and 7 numbers. Good job. നമ്മുടെ ആ ഒരു സ്വീറ്റ് ടാസ്ക്, നമ്മുടെ ചക്കയുടെ ആ ഒരു ടാസ്ക് ഇപ്പൊ കഴിഞ്ഞു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് വരെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചക്ക മുറിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പോൾ നല്ലൊരു വീട്ടമ്മയാവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറം ഒരു സിറ്റുവേഷൻ തരുമ്പോൾ എങ്ങനെ അത് ഡീൽ ചെയ്യുന്നു, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എത്ര ഭംഗിയായിട്ട് ആ കുറച്ച് സമയത്തിനുള്ളത് പ്രസന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഇത് കണ്ടിട്ട് തോന്നിയത്? ഇപ്പോൾ ഒരു കഴിഞ്ഞ ജനറേഷൻ വളരെ നിത്യവും ചെയ്തിരുന്ന ഒരു കാര്യം ഈ ഒരു ജനറേഷനിലേക്ക് വന്നപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ? റിനിഷ വളരെ സിൻസിയറായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ പേര് വീട്ടമ്മ എന്നാണ്. ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ്സൊക്കെ വന്ന് ഈ ഒരു പ്രോഗ്രാം നടത്തിയെന്ന് വെച്ചേക്കോ, കയ്യിലെങ്ങനെ ഒരു മുറിവ് പറ്റിങ്ങനെ കിടന്ന് കരയോ? ഇല്ല, നമ്മൾ പെണ്ണുകൾ തന്നെ അല്ലേ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എല്ലാവരും വളരെ സിൻസിയറായിട്ട് ചെയ്തു. റിനിജ മണിയായിട്ട് വളരെ വൃത്തിയായിട്ട് വളരെ നന്നായിരുന്നു. അവർക്ക് സിൻസിയറായിട്ട് ചെയ്തു, നന്നായിരുന്നു. ചേച്ചി ശ്രീകുട്ടിയും ഈ ഭർത്താവ് ഓമനിലുള്ള കുട്ടിയുടെ പേരെന്താ? ദിനിജ. ദിബിജ, ദിനിജ, ശ്രീജ, ദിലിജ, എന്തൊക്കെ പേരുകളാപ്പ. ശരി, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഭർത്താവ് ഓമനിലാണല്ലോ, അത് മാത്രം ഓർക്കുന്നുണ്ട് ഞാൻ. അതെ, ഈ രണ്ടുപേരും വീടും ഭയങ്കര വൃത്തിയായിട്ട് വെക്കുന്നുണ്ടെന്നുള്ളത് സാക്ഷിയായി. എന്ത് സ്പീഡിലാണ് അത് വൃത്തിയാക്കിയത്! ഭയങ്കര സ്പീഡിലാണ് വൃത്തിയാക്കിയത്. പക്ഷെ എല്ലാവരും അത് നന്നായിട്ട് അവതരിപ്പിച്ചു. ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഞങ്ങളുടെ ഷൂട്ടിംഗ് സമയത്തൊക്കെ വല്ല കയ്യോ മറ്റോ മുറിഞ്ഞ് വല്ല ചോര വന്ന ഉടനെ എല്ലാവരും പറയും, ഈ പടം ഭയങ്കരമായിട്ട് ഓടും, ഭയങ്കര സക്സസ് ആണെന്ന് പറയും. അതുപോലെ നമ്മുടെ ഈ ഷോ ഉണ്ടല്ലോ ഭയങ്കരമായി അടിപൊളിയായിരിക്കും. സത്യമാണ്, ശീലേച്ചി പറഞ്ഞ സത്യമാണ്. ഞാൻ അവളുടെ രാവുകൾ അഭിനയിച്ചപ്പം ലാസ്റ്റ് ഷോട്ട് ശശിയുടെ പറഞ്ഞു, ആ ഒരു പൈപ്പ് ഉണ്ടാവും, അതിന്റെ മുകളിൽ നിന്ന് ഓടി ഇങ്ങനെ ചാടി വരണം. നീ അങ്ങനെ വന്ന ചീരോട് ഇങ്ങനെ വീഴണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളി അത്ര എളുപ്പത്തിൽ പറഞ്ഞിട്ട് അങ്ങേ പോയി. ഞാനത് പിടിച്ചതേ ഉള്ളൂ, ദാ കിടക്കുന്നു, കാലങ്ങ് മുറിഞ്ഞ്. അപ്പൊ എല്ലാരും പട ഹിറ്റ്. എന്റെ കാല് മുറിഞ്ഞ് ചോര വരുന്നതല്ല, അവർക്ക് പട ഹിറ്റ്. സത്യത്തിൽ ആ പട ഹിറ്റാണ്. ഇതൊരു സാക്ഷിയാണ് ശീലമ്മ പറഞ്ഞ പോലെ. അതൊരു നല്ലൊരു ഇതാണ്. അതുപോലെ കുട്ടിയുടെ പേരെന്തമ്മ? ഫെമി. നന്നായിരുന്നു. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു. അത് ആ ഒരു ആദ്യമായിട്ട് ചെയ്ത ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. ഇല്ല, അത് അങ്ങനെയാണെന്നുള്ളത് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. മോളുടെ പേരെന്താ? രമ്യ. അപ്പാട ഒരു പേര് കിട്ടിയപ്പാ. രമ്യ 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 നന്നായി. അതിനൊരു പോയിന്റ് എക്സ്ട്രാ കൊടുക്കണം ആ പേരിന്. അതെ, സത്യമായിട്ട് കൊടുക്കാം കേട്ടോ, ഡെഫിനറ്റ് ആയിട്ട് കൊടുക്കാം. മറ്റേ കുട്ടിയും നന്നായിരുന്നു. വെരി വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. രേഖ മാം, നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിനൊരു ഡെഡിക്കേഷൻ വേണം അല്ലേ, ഒരു ഡിസിപ്ലിൻ വേണം. ഞാൻ എല്ലാവരും നോക്കുമ്പോൾ ഇങ്ങനെ ആദ്യത്തുള്ള ശ്രീകുട്ടി, എൻ്റെ അമ്മ ഇറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുന്ന മതി പട്ടങ്ങനെ വെട്ടുകയാണ്. ദിനിജാക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും ജയിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. ഫെമി ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, പക്ഷെ അത് ട്രൈ ചെയ്തല്ലോ, അതിന് വേണ്ടി ഒരു ക്ലാപ്പ് ചെയ്യണം. വെരി ബ്യൂട്ടിഫുൾ. പിന്നെ രമ്യ അങ്ങനെയാണ്, ഭയങ്കര രമ്യക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത്. പിന്നെ റിനിജ കൈ വേദനിച്ചിട്ടും പിന്നെയും വന്ന് അറ്റൻഡ് ചെയ്തല്ലോ, ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. ഒരു കോൺഫിഡൻറ്റ് വേണം എല്ലാത്തിനും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒരു ഡെഡിക്കേഷനായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ തന്നെ എല്ലാത്തിലും വിജയം കിട്ടും. നന്നായിരുന്നു. ഷീല മാം, ചിലവർ യുദ്ധം ചെയ്യുന്ന പോലെയും ചിലർ ഉറുമ്പ് പണിയെടുക്കുന്ന പോലെയും അങ്ങനെ ഒരു പല സ്റ്റൈലിലുള്ള ജോലിയാണ് കണ്ടത്.
ശ്രീകുട്ടി നല്ല വെട്ട. ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായി, കണ്ടപ്പോ മനസ്സിലായി. പക്ഷെ ദിനിഷ ഈ പറയുന്ന പോലെ ഉറുമ്പ് ജോലി ചെയ്യുന്ന പോലെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ കൂളായിട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ പ്രവൃത്തി പരിചയം തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാതൽ. അപ്പം കഴിയുന്നത്ര ജോലി ചെയ്ത് പഠിച്ചാൽ അതിൻ്റെ ഒരു നഷ്ടം വരില്ല. എപ്പോഴെങ്കിലും നമുക്കിതുപോലെ പ്രയോഗിക്കാം. അതുകൊണ്ട് എല്ലാവരും മക്കളെ കൊണ്ട് ഇപ്പോഴേ തുടങ്ങി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിപ്പിക്കണം. എനിക്കൊരു ചോദ്യമുണ്ട്. ചക്കനെ കൊണ്ട് എത്ര ഐറ്റംസ് ചെയ്യാൻ പറ്റും? അത് സഞ്ജു പറയും. സഞ്ജു പറഞ്ഞു. ചക്കപ്പായസം, ചക്കപ്പുഴുക്ക്, ചക്കയട, ചക്ക വരട്ടിയത്, ചക്ക ഉപ്പേരി, പിന്നെ ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടി, ചക്കക്കുരു അവിയലും, ചക്ക അവിയലും. മോർകൂട്ടാൻ വേണ്ട വേണ്ട വേണ്ട. ഇല്ല, മോർകൂട്ടാൻ ഉണ്ടാക്കി അതിൽ ചക്ക ഒരു ഇട്ട് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാറുണ്ടല്ലോ. ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. ശീലമില്ല. ഇല്ല. പഠിക്കണം കേട്ടോ, പഠിച്ചോളണം. ഓക്കെ. അല്ല, ഒരു ആദ്യമായിട്ട് ഈ 27 പെണ്ണുങ്ങളുടെ ഇടയിൽ വന്നിട്ട് എനിക്ക് അതായത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്രയും പേരെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കും. അതെ, ഈ പുരുഷന്മാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും നടന്നു പോവുകയാണെങ്കിൽ ഇവര് കൂട്ടം ചേർന്ന് നിന്ന് കമന്റ് അടിക്കും, അല്ലേ? പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ കുറച്ച് പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ മുട്ടുവരയ്ക്കും. അതാണ് ഇപ്പൊ നമ്മളോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടമായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. റെനീഷ, ഞാനും റെനീഷയുടെ കൂടെ ഒരു പാഠം പഠിച്ചു. കാരണം ഞാനും ചക്കയൊന്നും ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ചക്ക മുറിക്കേണ്ട വിധം എങ്ങനെയാണെന്നും ഇതേമാതിരി തന്നെ ആയിരിക്കും എന്നെ അവിടെ കൊണ്ട് നിർത്തിയാലും ഞാനും ഇതേമാതിരി കൈ മുറിച്ച് കരയാൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. ഒരു എന്താ പറയുക, നമുക്കൊരു പാഠം പഠിച്ചു. അത് നമുക്ക് ഭാവിയിലോട്ട് ഒരു ഉപകാരമായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്. ചേച്ചി സമ്മതിക്കില്ല. ഞാൻ നന്നായിട്ട് കട്ട് ചെയ്യാറുണ്ട്. ലുങ്കിയോ ഷർട്ടോ എന്തെങ്കിലും നൈറ്റിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഫ്രീ ഡ്രസ് ആയിട്ട് ഇങ്ങനെ ഫുൾ വെൽ ഡ്രസ്. ഒരു കാര്യം ശരിയാണ്, അവരെല്ലാവരും നല്ല ഭംഗിയുള്ള വേഷമൊക്കെ ധരിച്ചിട്ട് പെട്ടെന്ന് നമ്മളോട് ഒരു ചക്ക കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഒരു അറക്കലുണ്ടാവും. പക്ഷെ അതൊന്നും കാണിക്കാതെ എല്ലാവരും അങ്ങ് ആഞ്ഞ് വെട്ടൽ തുടങ്ങി എന്ന് പറയുമ്പോൾ ശരിക്കും ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ശ്രീകുട്ടിയാണ് ആക്ച്വലി സത്യം പറഞ്ഞ ചക്ക വെട്ടൽ ഒരു ആഘോഷമാക്കി മാറ്റിയ ഒരാള്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസും ക്യാമറാമാനും എല്ലാവരും പേടിച്ചു പോയി. ഭഗവാനെ, വെട്ടി ചക്കയ്ക്ക് കൂടെ ഈ മേശയും കൂടെ വെട്ടി കഴിക്കുമോ എന്നുള്ളൊരവസ്ഥ. പക്ഷെ അതൊരു ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത ഒരു കട. ഏറ്റവും കോമഡി, ഏറ്റവും എന്താ പറയുക, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രീകുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവരും പറഞ്ഞ മാതിരി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ദിനജ നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോൺഫിഡൻസിൽ ഞാൻ ചെയ്ത് ഫലിപ്പിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നതുകൊണ്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റി. അങ്ങനെ തന്നെ എല്ലാ റൗണ്ട്സിലും ചെയ്യാൻ സാധ്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേച്ചിയുടെ അടുത്തും കൂടെ ആ ഒരു ഒപ്പീനിയൻ ചോദിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ചക്കവെട്ടൽ കണ്ടിട്ട്? സന്തോഷായില്ലേ? ഇടയ്ക്ക് ഒന്ന് ചൊളയും പെറുക്കി തിന്നു. ഞാൻ ഈ കരിമ്പുംകാട്ടിൽ ആന കയറിയ പോലെയായിരുന്നു ഇവിടെ എല്ലാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പം അവരൊക്കെ പറഞ്ഞ പോലെ ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്ന് അവർക്ക് പരിചയമില്ലാത്ത വാക്കത്തി, പരിചയമില്ലാത്ത സ്ഥലം, അതിൻ്റേതായ കൺസെഷൻസ് എന്തായാലും കൊടുക്കണം. പക്ഷേ ഏറ്റവും എനർജി ലെവൽ ഉണ്ടായിരുന്നത് ശ്രീകുട്ടിക്ക് തന്നെയാണ്. ഞാൻ വിചാരിച്ചു ആ സ്പിരിറ്റ്, ആ പോസിറ്റീവ് എനർജി, ആ പോസിറ്റീവ് സ്പിരിറ്റിനാണ് ഞാൻ അപ്രിഷിയേറ്റ്. അതുപോലെ തന്നെ രമീസ ഇത്രയും കൈമുറിഞ്ഞ്, സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേർ അന്നേരം ഒന്നിലെ കരഞ്ഞു, നാണക്കേട്, ഈഗോ പ്രോബ്ലം എല്ലാം കൊണ്ട് മാറി നിൽക്കാം. ബട്ട് ഷീ ടുക്ക് ഇറ്റ് സോ പോസിറ്റീവ്ലി ആൻഡ് ഡിഡ് ഇറ്റ് സോ വെൽ. താങ്ക് യു ചേച്ചി. നമ്മൾ ഈ ഒരു റൗണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ എനിക്ക് തോന്നുന്നു കുറച്ച് ഫണ്ണായിരുന്നു. ഇടയ്ക്കൊരു കൈ മുറിവുണ്ടായി എന്നുള്ളതല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഫണ്ണായിരുന്നു. നമ്മൾ ചക്ക വെട്ടി കണ്ടു, എൻജോയ് ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റൗണ്ട് കൺക്ലൂഡ് ചെയ്യുക. നമ്മുടെ ജഡ്ജസിൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ഈ തമാശയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, കുറച്ച് ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അവർക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതുകൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോവാം. അപ്പോൾ സീമ ചേച്ചി സ്റ്റാർട്ട് ചെയ്യാം. കുട്ടി ചോദിക്കട്ടെ, തെറ്റായിട്ട് വിചാരിക്കരുത്. ഇല്ല. ഈ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ശ്രീകുട്ടൻ്റെ ഭർത്താവ് ശ്രീകുട്ടനെ ജീവിതത്തിൽ നിന്ന് മാറ്റിയ എന്തായിരിക്കും പ്രതികരണം? സർവേശ്വരൻ അങ്ങനെ ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. എന്നാലും അങ്ങനെ ഇപ്പം പറഞ്ഞ സ്ഥിതിക്ക് അത് ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം
വളരെ മോശമായ ഒരു അസുഖമാണെങ്കിൽ മൂപ്പർക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മൂപ്പർക്ക് എന്നോടുള്ള സ്നേഹം എനിക്കറിയാം എത്രയുണ്ടെന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കില്ലെന്നറിയാം. ബട്ട് സ്റ്റിൽ ഈ ക്വസ്റ്റിൻ്റെ ഇതായിട്ട് അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ലൈഫ് മൂപ്പർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിന് തടയായിട്ട് നിൽക്കില്ല. കാരണം ഞാൻ അങ്ങ് അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒരു നല്ല ലൈഫായിട്ട് പോട്ടെ അങ്ങേര്. എൻ്റെ അസുഖം കാരണം ഞാൻ പിടിച്ചു വെക്കാം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ മനുഷ്യർക്ക്, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂട്ടി പിടിച്ചിട്ട് ഇതാക്കുന്ന എൻ്റെ സ്നേഹം അപ്പം വേറൊരു കല്യാണം കഴിക്കുമ്പോൾ മൂപ്പർക്ക് കുറച്ചുകൂടി എമോഷണൽ ആവാനല്ല ചോദിച്ചത്. എനിക്കൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എമോഷണൽ ആവാനല്ല ചോദിച്ചത്. ബട്ട് സ്റ്റിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സംഭവിക്കില്ല. എന്നാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായിട്ട് എൻ്റെ മാനസികാവസ്ഥ മൂപ്പർക്ക് ഞാൻ അത്രയും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ വിട്ടുകൊടുപ്പാണ് സ്നേഹത്തിന്റെ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഓൾ ദ ബെസ്റ്റ്. നന്നായിരിക്കും, വിഷമിക്കണ്ട. ഓക്കെ, ബി കോൺഫിഡൻറ്റ്. ശ്രീകുട്ടി, വിഷമിപ്പിക്കാനല്ല ചോദിച്ചത്, ഓരോരുത്തരും എന്താ മറുപടി പറയുന്നു എന്ന് ചോദിക്കാനാണ്. അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കട്ടെ. വരില്ല ശ്രീകുട്ടിക്ക് ഒരിക്കലും വരില്ല. അത് നമ്മൾ ഇങ്ങനെയൊക്കെ ഷോയ്ക്കൊക്കെ വരുമ്പോൾ അതെന്തോ ടച്ച് ചെയ്യാൻ കാരണം ഇങ്ങനെയൊക്കെ ഓരോ ഷോയ്ക്ക് വരുമ്പോൾ പൊതുവേ എല്ലാവരും പറയുമല്ലോ ഈ ഫീൽഡിലൊക്കെ വന്നാൽ ഭർത്താക്കന്മാരൊക്കെ കളയും, നിങ്ങൾ അങ്ങനെയൊന്നും പോരുന്നൊക്കെ. അതൊക്കെ ഒന്ന് തിരുത്താനായിട്ട് എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും പോലും അല്ല, എൻ്റെ ഭർത്താവാണ്. മൂപ്പരാണ്. ഞാൻ എല്ലായിടത്തും പറയും, ഇവിടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടെടുത്തോളം ഞാൻ വേണ്ടാന്ന് പറയുമ്പോഴും പിന്നെയും നീ ഫ്രണ്ടിലോട്ട് പോകും, നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലേ, ഫ്രണ്ടിലോട്ട് വാ, അങ്ങനെ നീ ഫ്രണ്ടിൽ വരണം, നിനക്ക് അതിന് ടാലൻ്റ് ഉണ്ട്. അത്രയും നല്ലൊരു ഭർത്താവ് ഉള്ളതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഒരു ശരിക്കും അങ്ങനെയൊക്കെ കേട്ടതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വിഷമിക്കരുത്, സോറി പറഞ്ഞിട്ട് ചോദിച്ചത് അതുകൊണ്ടാണ്. അപ്പോ ഷീലാമ്മ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിനിജയോടാണ്. നീയും തുടങ്ങി പേരാണ് എന്തോ ജാ. ഓക്കെ, നിധിജ, റിനിജ, അമ്മിണി. ആ പേര് നിങ്ങളൊന്ന് ശരിക്കൊന്ന് പറഞ്ഞു. അമ്മിണി, അതെ, അതാ നല്ല പേര്. അമ്മിണി തന്നെ വിളിക്കാം. അമ്മിണി ഇപ്പൊ കരയരുത് കേട്ടോ. ചോദിച്ചാ കരയോ? ചോദ്യം എന്താ വെച്ചാൽ, അമ്മിണിയുടെ ഭർത്താവ് അമ്മിണിയെ ഏറ്റവും സ്നേഹിക്കുന്നുണ്ട്, ഏറ്റവും കെയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ്? എനിക്ക് ഇപ്പോഴും ഈ ഒരു നിമിഷം വരെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അടുത്തുണ്ടാവണം എന്നുള്ള ഇല്ല, അകലെ ആണെങ്കിലും ഹസ്ബൻഡ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരു 3 days ഹോസ്പിറ്റലിൽ മീൻസ് ഡെലിവറിക്ക് വേണ്ടി കിടന്നിട്ടുണ്ട്. അപ്പം ഓരോ ടൈമിലും വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് എങ്ങനെയുണ്ട്, പെയിൻ ഉണ്ടോ? ഭയങ്കര കെയറിങ്ങാ. അവിടെ ആരും ഇല്ലേ, അടുത്ത് ആരും ഇല്ലേ, നിനക്ക് അത് വാങ്ങിച്ചോണ്ടോ ഇത് വാങ്ങിച്ചോണ്ടോ, നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ആള് പറയുന്നത് എനിക്ക് അവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ അടുത്തുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും നന്നായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് അവിടെ നിന്നിട്ട് സമാധാനം ഇല്ല. എല്ലാവരും പറയും കുട്ടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ഉള്ള സ്നേഹം കുറയുന്നത്. എന്നോട് ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നോടും എൻ്റെ മോളോടും ഒരേപോലെയാണ്. ഭർത്താവിന്റെ പേരെന്താ? സുനിൽ കുമാർ. വളരെ സന്തോഷമുണ്ട് കേൾക്കുമ്പോ കേട്ടോ. താങ്ക് യു മാം. രേഖ മാം, ഫെമിയോടാണ് ക്വസ്റ്റ്യൻ. ഒറ്റ ചോദ്യം, ചെറിയ ചോദ്യം. യെസ് മാം. നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇണക്കം പിണക്കം എല്ലാം വരാറുണ്ടല്ലോ. നിങ്ങൾക്ക് ഹസ്ബൻഡിനോട് ഏറ്റവും ദേഷ്യം വന്ന സമയം അതെപ്പോഴാണ്? എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഇതുപോലെ തന്നെ ഞാൻ UK യിലാണ് പഠിച്ചത്. ഇപ്പം നാട്ടിലാണെങ്കിലും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ടൈമൊക്കെ വ്യത്യാസം വരും, ഇവിടുത്തെ ടൈം വ്യത്യാസം വരും. അപ്പം ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പുള്ളി എന്നെ വിളിക്കുമ്പോൾ എന്നെ കിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഓൾഡ് ഏജ് പീപ്പിൾസിൻ്റെ കൂടെ ആയിരിക്കും ആ സമയത്ത്. എനിക്ക് ഫോൺ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ആ സമയത്ത് എന്നോട് വിളിച്ച് ചിലപ്പോൾ പുള്ളി ചൂടാവും, ഇങ്ങനെ നീ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്ത, നിന്നെ എത്ര നേരമായി വിളിക്കണേ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, നിനക്ക് അറിയാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഒരു വിഷമം പോലെ. പക്ഷെ നമ്മൾ ആ ടെൻഷൻ, നമ്മൾ ഒറ്റയ്ക്കാണ്, എൻ്റെ കൊച്ചു നാട്ടിലാണ്, ഹസ്ബൻഡ് നാട്ടിലാണ്. അപ്പോൾ ആ ഒരു ടെൻഷനിൽ നമ്മളവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് ആ ഒരു ദേഷ്യം ആ സമയത്ത് വന്നത്. ലൈക്ക് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നെ വന്നതല്ല, എനിക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയല്ല, എൻ്റെ ഒരു ഫാമിലിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു കൺട്രിയിലോട്ട് പോയത്. പെട്ടെന്ന് നമ്മളും ഒരു ഫയറിങ് പോലെ സംസാരിക്കും, പക്ഷെ നമുക്ക് ഉള്ളിൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ജോലിയുടെ സ്ട്രെസ്സും അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും നമ്മളങ്ങനെ സംസാരിച്ചു പോകും.
ഇത്രേ ഉള്ളൂ സമയത്താണ് ദേഷ്യം വരുന്നത്. അതെ, ഡെഫിനറ്റ്ലി നമ്മളുടെ എല്ലാ ഫാമിലിയിലും ഹസ്ബൻഡ് വൈഫിന് വഴക്ക് എപ്പോഴും ഉണ്ടാവും. അത് ചുമ്മാ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ ഒന്നുമില്ല അങ്ങനെ പറയുന്നതൊക്കെ കള്ളത്തരമാണ്. എല്ലാവർക്കും വഴക്കുണ്ടാവും, എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും, എല്ലാവർക്കും ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാകും, ഭയങ്കര എമോഷണൽ ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. പക്ഷെ അதையும் കൊണ്ടുപോകുന്നതാണ് അല്ല, ഇങ്ങനെ ഒരു വേവ്സ് മാതിരി കൊണ്ടുപോകുന്നതാണ് ജീവിതം. അതുകൊണ്ടാണ് അവിടെ നിന്ന് നിർത്തിയിട്ട് ഞാൻ പിന്നെ നാട്ടിലോട്ട് പോകുന്നു, പിന്നെ പോയിട്ടില്ല അങ്ങോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മാം. ഷീല മാം, രമ്യയോടാണ് ക്വസ്റ്റ്യൻ. എനിക്ക് ചോദിക്കാനുള്ളത് രമ്യയോടാണ്. രമ്യയുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പ് തോന്നിയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് കാരണം? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വെറുപ്പ് തോന്നിയൊരു വ്യക്തി എനിക്കില്ല. ഇഷ്ടക്കുറവ് തോന്നിയിട്ടുള്ള വ്യക്തിയുണ്ടോ? എല്ലാവരോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആരോടെങ്കിലും കുറച്ച് ഇഷ്ടക്കുറവുണ്ടോ? ഇഷ്ടക്കുറവ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിനോടല്ലേ ഉണ്ടായിരുന്നു. അതായത് പ്രഗ്നൻസി, അതായത് ഞാൻ പ്രസവിച്ച സമയത്ത് എനിക്ക് ഫസ്റ്റ് മോളേനെ കാണിച്ചു തന്നില്ല. അതായത് കുഞ്ഞ് കരയുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് ഓപ്പറേഷനായിരുന്നു, 2 ഡെലിവറി ഓപ്പറേഷനാണ്. അപ്പോൾ ഫസ്റ്റ് മോളാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഇതൊക്കെ കുട്ടി കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഫസ്റ്റത്തെ ഇതല്ലേ, അപ്പം ഞാൻ ചോദിച്ചു മോളാണോ മോനാണോ എന്തായാലും കാണിച്ചു തരണേന്ന്. ആ ശരി കാണിച്ചു തരാമായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് സമയം എപ്പോഴാണ്, പ്രസവിച്ച സമയം. അപ്പോൾ രമ്യോ ഒന്നും മിണ്ടാതിരിക്കുക, ഞങ്ങളിവിടെ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഇതിലാണ്, അപ്പോൾ ഒക്കെ കുട്ടീൻ്റെ കയ്യിലുണ്ടാവും, ടൈം എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സിസ്റ്റർ കാണിച്ചു തന്നില്ല. അപ്പോൾ പറഞ്ഞു അപ്പം കുട്ടി മഷി ഇറക്കിയ ഒരു ഇതായതുകൊണ്ടായിരിക്കാം കാണിച്ചു തരാനത്. എന്നാലും ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ആ സിസ്റ്ററിനോട് ദേഷ്യം, അത് സ്വാഭാവികമാണ്. അപ്പോൾ റിനീഷയിലേക്ക് പോവാം. റിനിഷ, ഈ ചോദ്യം ഐ തിങ്ക് റെനിഷയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ആപ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ചോദ്യം എന്നെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോള് കൈകാര്യം ചെയ്യുന്നത് അമ്മ തന്നെയാണ്. ആ അമ്മയുടെ റോള് അല്ലെങ്കിൽ ആ സ്വാധീനം എത്രത്തോളം ഉണ്ട് ഇതുവരെ? അങ്ങനെ റെനീഷയ്ക്ക് ഇതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അമ്മ ഈ സമയത്ത് എനിക്ക് ചെയ്തു തന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ടാവും, അതൊന്ന് ഓർത്തെടുക്കാമോ? ഡെഫിനറ്റ്ലി കുറേ പറയാനുണ്ട്, എനിക്ക് കുറേ പറയാനുണ്ട്. എൻ്റെ ഡാഡി അബ്രോഡിലായിരുന്നു, ഗൾഫിലായിരുന്നു, എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞിനാകുമ്പോഴേക്കും സിസ്റ്റർ 10th ഒക്കെ കഴിഞ്ഞ് പുറത്തു പോയി. സോ ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. മമ്മിക്ക് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മമ്മിക്ക് അബ്രോഡിൽ പോവാം, ഡാഡിനോട് ഇരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ സ്കൂളിങ് ഇവിടെ വന്ന് നല്ലപോലെ ഡെവലപ്പായി നല്ലൊരു സ്റ്റേജിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാനും എൻ്റെ സിസ്റ്ററും മമ്മിയുടെ അടുത്ത്, മമ്മി ഷാർജയിൽ പോ, എൻജോയ് യുവർ ലൈഫ്, മമ്മിക്ക് എന്താ ഇപ്പോൾ കുറവ്, ഗൾഫിൽ പോവാലോ, എല്ലാം ചെയ്യാമല്ലോ, മമ്മി എന്താ ഇവിടെ ഇരിക്കണം. മമ്മി എപ്പോഴും പറയും എൻ്റെ കുട്ടീനെ വിട്ടിട്ട് ഞാൻ പോവില്ല, എൻ്റെ കുട്ടിയുടെ സ്റ്റഡീസ് കഴിയട്ടെ, ഞാൻ പോവും, ഞാൻ ഗൾഫിൽ പോവും, എനിക്ക് ഗൾഫ് കാണേണ്ടതല്ല, എൻ്റെ കുട്ടിയുടെ കരിയറാണ് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഡെഫിനറ്റ്ലി ഐ സ്റ്റേ ബാക്ക് ഫോർ മൈ ഡോട്ടർ. ഞാൻ ഡെഫിനറ്റ്ലി ഇവിടെ നിൽക്കും, എൻ്റെ കുട്ടീനെ പഠിപ്പിച്ച് നല്ല നിലയ്ക്ക് എത്തി എനിക്ക് ജോലി കിട്ടി എന്ന് ഞാൻ പറഞ്ഞ ആ വീക്ക് തന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി എനിക്ക് ജോലി കിട്ടി, എൻ്റെ ലൈഫ് സെറ്റിലായി, മമ്മി ഒന്നും പേടിക്കാനില്ല, എൻ്റെ ആഗ്രഹം. മമ്മി ഇപ്പോൾ ഡാഡിയുടെ അടുത്ത് പോയി, യു ഷുഡ് ലിവ് ടുഗെദർ, യു ഷുഡ് ലിവ് ഹാപ്പിലി, അതാണ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, അതുപോലെ നടന്നു. ഞാൻ ബിടെക് ആയിരുന്നു. സോ അത് എനിക്ക് ഇപ്പോഴും മമ്മി ചെയ്ത അമ്മയുടെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ബിടെക് ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് റെനീഷയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം. എവിടെയല്ലേ മമ്മി? മമ്മി ഇപ്പൊ ഗുഡലൂരുണ്ട്, ഇപ്പൊ ബാംഗ്ലൂർ ഉണ്ട്. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. സോ എന്റെ മമ്മീനെ ഗുഡലൂർ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ല. സോ അവര് ഇപ്പൊ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഓ ഓക്കെ. നിങ്ങളും ബാംഗ്ലൂർ ആണോ? ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡാണ് വന്നിരിക്കുന്നത്? അതെ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ മമ്മിക്ക് വേണ്ടി എല്ലാവരും ക്ലാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 2 റൗണ്ടുകളാണ് സത്യം പറഞ്ഞാൽ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടു, ഒരു ടാസ്ക് കണ്ടു. അപ്പോൾ അവരോടൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജഡ്ജസ് ഓരോരുത്തരോടും. അപ്പോൾ ഇതിൻ്റെ 2ന്റെയും കൂടെ മാർക്കാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ശ്രീകുട്ടിയുടെ മാർക്ക് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. സീമ ചേച്ചി, ശ്രീകുട്ടിക്ക് 25 20 ഞാൻ തരുന്നു. പ്ലസ് ആൻസറിന് 1 മാർക്കും കൂടി ചേർത്ത് 21 ആയിട്ട് തരും. ശ്രീകുട്ടി നല്ല ആവേശമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. 25-ല് 24. 21 + 24 ആയിട്ടുണ്ട്. രേഖ മാം? എല്ലാം ചേർത്ത് 9 ഔട്ട് ഓഫ് 10.
ശ്രീകുട്ടിക്ക് 8 മാർക്ക്. 8 ഔട്ട് ഓഫ് 10. 8 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കാം ശ്രീകുട്ടിക്ക്? ശ്രീകുട്ടിക്ക് കൂട്ടത്തില് ഏറ്റവും പിശുക്കി ഞാനാണ്, അതുകൊണ്ട് 7. അപ്പൊ ശ്രീകുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 84 ആണ്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ദിനിജ 20. ശീലമ്മ 25-ന് 23 കൊടുത്തേക്കാം. ആ ഒരു ക്ലീൻ, അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ, അതിന് വേണ്ടിയുള്ള മാർക്സ് ഔട്ട് ഓഫ് 10-ന് ഒരു 8. താങ്ക് യു. പിന്നെ നിങ്ങളുടെ ആൻസറിനും ഒരു മാർക്ക് കൂട്ടി തരാം, 9. എന്തിനാ കരയുന്നത്? 9. ഇല്ല മാം, ഭർത്താവിനെ കുറിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇത്, ഡെലിവറി ടൈം. ഞാൻ ഒത്തിരി മിസ് ചെയ്തിട്ടുള്ള ഒരു സമയമാണ് അത്. ഡോണ്ട് ക്രൈ. ഇപ്പൊ ഞങ്ങളൊക്കെ പ്രസവിച്ചില്ലെന്നാണോ പറയുന്നത്? എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇല്ലെന്നാണോ പറയുന്നത്? അത് ഒത്തിരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെയർ. അപ്പൊ അവിടേക്കാളും ഞങ്ങൾ വേണം കരയാൻ. ദിനിജ, ഞാൻ 8 മാർക്ക് തരുന്നു. താങ്ക് യു മാം. ഓൾ ദ ബെസ്റ്റ്. ചേച്ചി നേരത്തെ പറഞ്ഞ മാതിരി സൈലൻ്റ് ആയിട്ട് നിന്ന് അല്ലേ ഒരു വിജയം ഉറപ്പാക്കിയ ഒരാളെന്ന നിലയിൽ നല്ല നീറ്റ് വർക്കായിരുന്നു. അഫ്കോഴ്സ് താഴെ ഈ പറഞ്ഞവർ എല്ലാവരുടെയും ഉണ്ടായിരുന്നു, അതിൽ ഏറ്റവും ലെസ് ആയിരുന്നു ദിനീജയ്ക്ക്. ഇപ്പോൾ ആ ഒരു ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നീറ്റ്നെസ്, ആക്യുറസി, സ്പീഡ്, എങ്ങനെ എത്ര ഭംഗിയായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന്, ഇങ്ങനെയുള്ള, അല്ലാതെ ഇതിൻ്റെ എണ്ണം മാത്രമല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലസ് എങ്ങനെയാണ് ഹൗ യു ടേക്ക് ആൻ ആൻസർ, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് ദിനിജയ്ക്ക് 8 ഔട്ട് ഓഫ് 10. പറയട്ടെ 7. again. ഇനി അമ്മച്ചി. ദിനീജ എന്നോട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ മമ്മി വളരെ വിഷമിച്ചിട്ടൊരു പേരാണ് അത്, എൻ്റെ ആൻറ്റി ഒന്ന് പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഞാനിവിടെ പിള്ളേരെ എക്സാമ്പിൾ പറഞ്ഞ് ഖദീജയ്ക്ക് പകരം ദീ ഇട്ടാൽ മതി ദിനീജ. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് അത് ബൈഹാർട്ട് പഠിക്കുകയായിരുന്നു. പക്ഷെ ഞാനും വളരെ പർട്ടിക്കുലറാണ്. എൻ്റെ പേര് രാജിനി എന്നുള്ളതിന് പകരം പലരും രാഗിണി, രജനി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാനും പറയാറുണ്ട് എൻ്റെ അമ്മ ഇട്ട പേരാണ് രാജിനി, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ പേര് തന്നെ വിളിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനും ദിനീജ എന്ന് വിളിക്കുന്നു. പിന്നെ ദിനീജയുടെ ഈ പോസിറ്റീവ് എനർജി ഈ പറഞ്ഞ മാതിരി അതിന് ഞാൻ 8 മാർക്ക്. താങ്ക് യു മാം. അപ്പോൾ ദിനീജയ്ക്ക് ജഡ്ജസ് എല്ലാവരും കൂടി കൊടുത്തിരിക്കുന്ന ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 83 ആണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ഫെമിയുടെ മാർക്ക് ചെക്ക് ചെയ്യാം. സിമി ചേച്ചി. ഫെമിന. യെസ് മാം. ആ ഫെമിന പറഞ്ഞില്ലേ ആൻസർ, ലണ്ടനിലായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്. അസാധ്യമായിരുന്നു, ഭയങ്കര അസാധ്യമായിരുന്നു. നന്നായിരുന്നു, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം കൂടി ചേർത്ത് ഞാനൊരു 20 മാർക്ക് കൊടുക്കുന്നു. താങ്ക് യു. ശീലമ്മ. നിങ്ങൾക്ക് ഞാൻ 25 മാർക്ക് തരുന്നു. താങ്ക് യു വെരി മച്ച്. 25. ഫെമിന. യെസ് മാം. യുവർ ആൻസർ ഇസ്, ഞങ്ങൾ ഭയങ്കര എല്ലാവരും ഫീൽ ചെയ്ത് ഭയങ്കര, അതിന് 3 മാർക്കാണ്. ഔട്ട് ഓഫ് 10. താങ്ക് യു മാം. താങ്ക് യു. ഫെമിയുടെ ആൻസർ ഞങ്ങളെല്ലാവരും പറഞ്ഞ പോലെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെയധികം അത് ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മറുപടിയായിരുന്നു. എന്തായാലും എൻ്റെ വക 7 മാർക്ക്. താങ്ക് യു മാം. പൊതുവേ ഫെമി ഒരു വളരെ ഗ്ലൂമി ആയിട്ട്, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ആയിരിക്കും, പക്ഷെ വിച്ച് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ്, നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് എന്ന് ഫെമിയെ ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ട് ഞാൻ വളരെ അങ്ങോട്ട് കുറയ്ക്കുകയല്ല, ബട്ട് അത് ഓർക്കണം ഫെമി. അതൊന്ന് പ്ലസ് ആക്ടിവിറ്റിയുടെ കാര്യം മോൾക്ക് അറിയാമല്ലോ, അപ്പം അതുകൊണ്ട് 7-ൽ തന്നെ ഞാനും 7 മാർക്ക് തരാം. ശ്രദ്ധിച്ചോളാം. ഷുവർ, ഐ വോണ്ട് യു ടു ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഫെമിക്ക് 7 ആണ് ഞാനും കൊടുക്കുന്നത്, പക്ഷേ ഫെമിയുടെ ആൻസറിനാണ് അതിൽ കൂടുതൽ മാർക്ക്. ഓക്കെ, ഞാൻ ആൻസറിന് മാത്രമേ മാർക്ക് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മളൊരാൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കേണ്ടത് ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് ഇപ്പം മോളിൽ ഇപ്പം അവർ പറഞ്ഞതുപോലെ ഒരു ഇറിറ്റേറ്റഡോ അല്ലെങ്കിൽ ടെൻഷനാകാം, എന്തോ ആകാം. അപ്പോൾ അത് മാറ്റാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ട് മോളുടെ ആൻസറിന് മാത്രമേ മാർക്ക് തരുന്നുള്ളൂ, 5 മാർക്ക്. താങ്ക് യു മാം. സോ ഫെമിയുടെ ടോട്ടൽ മാർക്ക് 81 ആണ് ഔട്ട് ഓഫ് 100. താങ്ക് യു. നമുക്ക് രമ്യയുടെ മാർക്ക് ചോദിക്കാം. സീമ ചേച്ചി. 20 തന്നെ. 20. താങ്ക് യു മാം. ശീലമ്മ.
ഒരു 15 മാർക്സ് തരാം. 8 മാർക്സ് ടോട്ടൽ. താങ്ക് യു മാം. രമ്യ, എല്ലാത്തിനും കൂടെ എൻ്റെ വക 6 മാർക്സ്. താങ്ക് യു മാം. രമ്യ, ജീവിതത്തിൽ ആരോടെങ്കിലും നമുക്ക് വിരോധം അസൂയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, സ്ത്രീ സഹജമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ എന്നാൽ പോലും നമ്മളോട് ഈ പറഞ്ഞ മാതിരി കുറച്ച് ഇതിനേക്കാൾ ഉപരി നമ്മളോട് ഒരു ദ്രോഹമോ ദേഹോപദ്രവമോ അല്ലെങ്കിൽ നമ്മളോട് ഇഷ്ടപ്പെടാത്തൊരു വാക്കോ നോട്ടമോ, അത് അധ്യാപകരാവാം, ഫ്രണ്ട്സ് ആവാം. പക്ഷേ എനിക്ക് തോന്നി രമ്യയ്ക്ക് ഇതെല്ലാം ഉപരി കുഞ്ഞിൻ്റെ മുഖം കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്നും ജീവിതത്തിൽ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും അത് മനസ്സിൽ നിൽക്കുന്നത്. ഒരു വലിയ ഒരു അവരോട് ഇപ്പോഴും ആ സ്ത്രീയുടെ മുഖം ഓർമ്മയുണ്ടോ? ആ നഴ്സിൻ്റെ മുഖം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അവരെ ഇപ്പം ഞാനിവിടെ ഇവിടെ കൊണ്ട് നിർത്തി എന്ത് ചെയ്യും രമ്യ? ഇപ്പം ഞാൻ അവരെ വിളിച്ച് രമ്യയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ രമ്യ എന്ത് ചെയ്യും? നല്ല ചീത്ത വിളിക്കും. എന്താ ഒരു ചീത്തവിളിയുടെ ഒരു സാമ്പിൾ ഒന്ന് തൊടുത്തു വിടാൻ പറ്റുമോ? അത് താങ്ങോ? ആര്? അല്ല, സിസ്റ്റർ താങ്ങോ? അപ്പം അതോട് അങ്ങനെ വിളിക്കും, അങ്ങനെ ഞാൻ വിളിക്കും. ആണല്ലേ? അപ്പം ഇത് എന്തായിരുന്നാലും അവർ നേരിട്ട് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ മനസ്സിൽ പറഞ്ഞ ചീത്തയൊക്കെ അവർ കേട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഞാനും തരുന്നു 6 ഔട്ട് ഓഫ് 10. താങ്ക് യു മാം. ഇവിടുന്ന് എന്താണാവോ വിധി? വിധിയെല്ലാം അവർ പറഞ്ഞത്. എൻ്റെ മാർക്ക് 6. എൻ്റെയും 6 തന്നെ. 6 തന്നെ. സോ രമ്യയുടെ ടോട്ടൽ മാർക്ക് 67 ആണ് ഔട്ട് ഓഫ് 100. ഇനി നമ്മുടെ റിനിഷ കൈ മുറിഞ്ഞതിനും ആൻസറിനും ചേർത്ത് 19. താങ്ക് യു സോ മച്ച്. അമ്മ ഇഷ്ടപ്പെടാത്തവരാരാ ഉള്ളത് ലോകത്ത്? എല്ലാവർക്കും അമ്മയെ ഇഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞ ഓരോ സംഭവങ്ങളും സാധാരണ എല്ലാ വീടുകളിലും നടക്കുന്നതാണ്. ഇല്ല മാം, എൻ്റെ മമ്മി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, സീരിയസ് കണ്ടീഷനാണ്. ഇല്ല അപ്പോൾ ഒരു 10-20 വർഷമായി കാണും. ആണോ? വീട്ടിൽ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, കുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, വീട് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് അല്ലെങ്കിൽ കുഴപ്പമില്ല. സോ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മമ്മി ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ബിക്കോസ് ഞാൻ ഒരിക്കൽ ഒരു പ്രാവശ്യം സ്കൂളിൽ പോയപ്പോൾ മമ്മി വയ്യാണ്ടായി 2 hours അങ്ങനെ കിടക്കുമായിരുന്നു. ബ്ലഡൊക്കെ വന്നിട്ട് മമ്മി അങ്ങനെ ഷീ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ. ഞാൻ സ്കൂളിൽ വിട്ട് വന്നപ്പോഴാണ് ഐ സോ ഹർ ഷീ ഇസ് നോട്ട് വെൽ. അപ്പം തൊട്ടാണ് ഞാൻ പറയുന്നത് മമ്മി ഡോണ്ട് സ്റ്റേ അലോൺ. മമ്മിക്ക് സേഫ് അല്ല, മമ്മി ഒരു വയ്യാത്തൊരാളല്ലേ, ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും, അത് നിൽക്കാൻ പാടില്ല. അപ്പോഴാണ് ഞാൻ മമ്മീനെ പുറത്ത് പറഞ്ഞയച്ചത്, ലൈക്ക് അബ്രോഡ് പോകണം, മമ്മി ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനിലല്ല എന്ന് പറഞ്ഞത്. സോ അങ്ങനെ വീട്ടിൽ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല മമ്മിക്ക്. ശരി. ഇപ്പോൾ എന്ത് പറഞ്ഞാലും കരയുന്നുള്ളത് മനസ്സിലായി. എന്ത് കൈ മുറിഞ്ഞാലും കരയും, അമ്മയുടെ കാര്യം പറഞ്ഞാലും കരയും, ഭർത്താവിന്റെ ഗതി എന്തായിരിക്കും, പാവം എന്ത് പറഞ്ഞാലും കരഞ്ഞു. പക്ഷെ ഞാൻ മൂടിയായിരിക്കില്ല, അപ്പൊ തന്നെ ചിരിച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ നോക്കും. സോ അത് ഓട്ടോമാറ്റിക് ഞാൻ മാറ്റിയെടുക്കണം. ഗ്രൂമിങ്ങിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാറ്റിയെടുക്കും. നിങ്ങളുടെ ഈ കരച്ചിലിന് വേണ്ടിയും പിന്നെ ആ ചക്ക വെട്ടാതിരിക്കുന്നതിന് വേണ്ടിയും കൈ മുറിച്ചതിന് വേണ്ടിയും ഒരു 9 മാർക്സ് തരാം. 5-9 ഔട്ട് ഓഫ് 10 വന്ന ഒരു 8. താങ്ക് യു. എൻ്റെ അമ്മ പറയാറുണ്ട്, അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് അമ്മയോട് ഉണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേൽപോട്ട് പോകുന്നു. അതായത് അങ്ങനെ ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇതിപ്പോൾ അത് അത്ഭുതമായിട്ട് ഇപ്പോൾ ഇവിടെ ഞാനത് കണ്ടിരിക്കുന്നു. റിനീഷ വളരെ വളരെ ഭാഗ്യമുള്ള അമ്മ. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മൈ മാർക്ക് ഈസ് 5. താങ്ക് യു. ഇനി ഇവിടെ കരയാതിരിക്കുന്നവർക്ക് സ്പെഷ്യൽ മാർക്ക് ഇടേണ്ടി വരും എനിക്ക് തോന്നുന്നേ. ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. റിനിഷ, ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് കൈ മുറിക്കാൻ പാടില്ല. ചെറിയ ഇതൊക്കെ പറ്റും. പക്ഷേ നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റീഷനിലാകുമ്പം നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പിന്നെ കരച്ചില്ല, അതിപ്പോൾ പറഞ്ഞു ശരിയാക്കും എന്ന് പറഞ്ഞു. എല്ലാത്തിനും കരയണ്ട റിനീഷ, അങ്ങനെ കരയണ്ട. മനസ്സ് കുറച്ചുകൂടെ ദൃഢമായിട്ട് ഉണ്ടാക്കണം. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് ശരിക്കും ഞാൻ 5 ആണ് തരാൻ ഉദ്ദേശിച്ചത് മാമിനെ പോലെ. പക്ഷേ അമ്മയോടുള്ള സ്നേഹം അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും എടുക്കുന്നത് കൊണ്ടും 6 ആണ് മാർക്ക്. താങ്ക് യു. റിനിഷയുടെ ടാസ്ക് നമ്മളെല്ലാവരും കണ്ടു, കൈമുറിഞ്ഞു. അപ്പം അതിനല്ല, റിനിഷ പറഞ്ഞ ആൻസറിനാണ് ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന 5 മാർക്ക്.
ഞാൻ മോളുടെ ആറ്റിറ്റ്യൂഡിനും മോളുടെ ആ എന്തും അതിപ്പം ഫെയിൽ ചെയ്യുമെന്ന് മോൾക്ക് തന്നെ ഒരു തോന്നിക്കാണും. എന്നാലും അത് മറച്ചു വെച്ചിട്ട് അത്രയും എനർജറ്റിക്കായിട്ട് അത് ചെയ്യാൻ ശ്രമിച്ചതിനും മോളുടെ ആൻസറിനും കൂടെ 7 മാർക്ക്. താങ്ക് യു. സോ റിനീഷയുടെ ടോട്ടൽ മാർക്ക് 59 ആണ്. സോ നമ്മുടെ ഒരു ടാസ്കും ഒരു ക്വസ്റ്റ്യൻ റൗണ്ടും കൂടെ ചേർന്നതായിരുന്നു നമ്മുടെ ഈ ഒരു ടോട്ടൽ റൗണ്ട്. നമ്മുടെ 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് 1 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇന്നത്തെ ആ ഒരു ടാസ്ക്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയിട്ടുള്ളത് മറ്റാരുമല്ല, ശ്രീകുട്ടിയാണ്. 84 പോയിന്റ്സ്. കൺഗ്രാറ്റുലേഷൻസ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ലാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ചക്കയും ചകണിയും കരച്ചിലുമായി നമ്മുടെ ഒരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതുമയുള്ള ഒട്ടേറെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിരപറ മലയാളി വീട്ടമ്മ, co-branded by Sera and Dhatri Hair Care Plus, powered by Chungat Jewelry. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. See you. Good night. Costume courtesy Ashwati and Jomol, La Doris Day Boutique, Alua Road, Angamali. Costume courtesy Rajni Chandi, Poonolil Silks. Costume courtesy contestants, La Doris Day Boutique, Alua Road, Angamali.